ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റമാണ്. പലപ്പോഴും നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുള്ളതാണ് പഴം വാങ്ങിക്കഴിഞ്ഞാൽ അത് കറുത്തു പോകുന്നത്. അങ്ങനെ കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആരും അത് കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പം അങ്ങനത്തെയൊക്കെ പഴം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾക്ക് നല്ലൊരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇത് വീണ്ടും വീണ്ടും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് സമയം നമ്മൾക്ക് ആവശ്യമില്ല. അതുമാത്രമല്ല, വെറും 3 ചേരുവ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇതുണ്ടാക്കാനായിട്ട് 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചധികം പഴുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറുത്ത് പോയിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വേണം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്ത് അതിനകത്തോട്ട് പഴമാണ് ആദ്യം അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നെയ്യോ പാലോ വേറെ ഷുഗറോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് ഓൾറെഡി ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ഇനി പഞ്ചസാര വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ പഴം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് ഒന്ന് കറക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയി പോകരുത്. കളറ് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് 1 കപ്പ് ഇതിന്ന് എടുത്ത് മാറ്റണം. ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം കളറ് മാറാതെ കിട്ടും. ഇപ്പം ഇതേതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി. നമ്മൾ ഇതിനകത്ത് 2 കപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പം 1 കപ്പ് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഈ സമയത്തെല്ലാം തീ നല്ലപോലെ കുറച്ച് വെച്ചിരിക്കണം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴമാണ്. അത് നേരെ ഇതിനകത്തേക്ക് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിനി ഒരു കാര്യം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതായത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കാൻ ബാക്കിയുള്ളത്. അത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. നമ്മൾ നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഏത്തപ്പഴത്തിനും മധുരം ഉണ്ടായിരിക്കും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4-5 മിനിറ്റ് നേരം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ കട്ടിയായിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഇതിനകത്തേക്ക് നെയ്യൊന്നും ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അടുക്കി പിടിക്കാതെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്നുകിൽ ഈ പാനിനകത്ത് തന്നെ ചൂടാറാനായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ഇതിനകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇത് ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിത് ഉരുട്ടിയെടുക്കാം. ഓരോന്നായിട്ട് 1 ടേബിൾ സ്പൂൺ എടുത്ത് ആ പാകത്തിൽ നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും. എല്ലാം ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. 2 പഴം വെച്ച് ഏകദേശം 16 എണ്ണം ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 1 കപ്പ് തേങ്ങ ചിരവിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തതിന് ശേഷമാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ഉരുളകളും ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പം പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ കഴിച്ചോളും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്